എപ്പോഴും വിചാരിക്കും ഒരാളെ ഒരു അള്ളാഹുവിനെ വിശ്വസിച്ചിരുന്നെങ്കിൽ നമ്മുടെ മെന്റൽ ഹെൽത്ത് ഒക്കെ കുറെ ഓക്കെ ആയിരുന്നേനെ. ബിക്കോസ് അവരെപ്പോഴും മതപരമായി ചിന്തിക്കുന്നവരെപ്പോഴും ഒരു ഹോപ്പുണ്ട് അവർക്ക്. ദൈവം നോക്കിക്കോളും എന്നുള്ളൊരു സമാധാനം അവരിലുണ്ട്. ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഡെയിലി മലയാളം യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എപ്പോഴെങ്കിലും മരണത്തെ മുഖാമുഖം കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ കുറച്ച് സമയങ്ങൾക്കുള്ളിൽ ഞാൻ മരണപ്പെടും എന്നൊരു ഘട്ടം എത്തുമ്പോൾ ജീവിതത്തിൽ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് ആ സാഹചര്യത്തെ നേരിടേണ്ടത് എന്നതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം തൊട്ടു മുമ്പിലെത്തുമ്പോൾ, അല്ലെങ്കിൽ മരണം നിങ്ങളുടെ പടിവാതിക്കലിൽ എത്തുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ മരണത്തെ മുഖാമുഖം കാണുമ്പോൾ എങ്ങനെയാണ് ആ മരണത്തെ സ്വീകരിക്കേണ്ടത് എന്നൊക്കെ ചിന്തിക്കാനും പ്രേരിപ്പിക്കാനും സഹായകരമാകുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. റഷ്യയിലേക്ക് പറക്കവെ പാതി വഴിയിൽ തകർന്നു വീണ് ഏതാണ്ട് 30ഓളം പേർ മരണപ്പെട്ട അസർബൈജാൻ എയർലൈൻസിനുള്ളിൽ വെച്ച് ഒരു വിശ്വാസി, ഒരു മുസ്ലിം, താൻ മരണം മുഖാമുഖം കണ്ടപ്പോൾ അദ്ദേഹം സ്വയം പകർത്തിയ ഒരു വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ്, വൈറലാണ്. നിങ്ങളിൽ പലരും ഇതിനോടകം തന്നെ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. എന്നാൽ കാണാത്തവരായി ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമല്ലോ. അവർക്ക് വേണ്ടി ആ വീഡിയോയുടെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. Allahu Ekber, Allahu Ekber. Qabağa 20 nəfər gəlsin. Allahu Ekber, Allahu Ekber. La ilahe illallah. Allahu Ekber. Allahu Ekber, Allahu Ekber. Eşhedü en la ilahe illallah. Eşhedü enne Muhammeden Resulullah. Hörmətli sərnişinlər, təlimata uyğun hərəkət edin, hər şey yaxşı olacaq. Hamı eləsin, kəmərini bağlasın. Dəhlizdə durmayın, təhlükəlidir. എന്തൊരു കാഴ്ചയാണിത് അല്ലേ? ഒരു മനുഷ്യൻ, ഒരു മുസ്ലിം, ഒരു വിശ്വാസി മരണം തൊട്ടടുത്തെത്തിയപ്പോൾ, അല്ലെങ്കിൽ കുറച്ച് സമയങ്ങൾക്കുള്ളിൽ താൻ മരണപ്പെടുമെന്ന് അറിയുമ്പോൾ ഒട്ടും പരിഭ്രാന്തനാവാതെ അതിലേറെ ശാന്തനായി, സൗമ്യനായി തന്റെ ദൈവത്തിലുള്ള വിശ്വാസം അദ്ദേഹം അരക്കിട്ടുറപ്പിക്കുന്നു. തന്റെ നേതാവ് അന്ത്യദൂതരാണ് എന്ന സത്യം അദ്ദേഹം വീണ്ടും വീണ്ടും വിളിച്ചു പറയുന്നു. അങ്ങനെ തന്റെ ദൈവത്തിന്റെ അടുത്തേക്കുള്ള യാത്രയ്ക്ക് അദ്ദേഹം തയ്യാറെടുക്കുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത കാലത്തെങ്ങും അവന്റെ കണ്ണിനെയും കരളിനെയും കൽബിനെയും കുളിരണിയിക്കുന്ന ഇതുപോലൊരു കാഴ്ച ഞാൻ എവിടെയും കണ്ടിട്ടില്ല. എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ സംഭവിച്ച ഭയാനകമായ അപകടത്തിൽ നിന്നും അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. ആ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. Allahu Ekber. Üstüne oturuyor vallahi. ഈ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പലരും ചെയ്ത വീഡിയോയിൽ അവരെല്ലാവരും പറഞ്ഞത് അദ്ദേഹം മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്നാണ്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണത്തിൽ നിന്നുള്ള തിരിച്ചുവരവ് ഒരിക്കലും രക്ഷപ്പെടലല്ല. മരണം എന്നതാണ് യഥാർത്ഥ സത്യവും യഥാർത്ഥ ജീവിതവും. കഴിഞ്ഞ ദിവസം നമ്മളെ വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ട MD വാസുദേവൻ നായർ, അദ്ദേഹം ഒരിക്കൽ എഴുതിയതുപോലും ജീവിതമെന്ന വലിയ നുണ, മരണമെന്ന വലിയ സത്യം എന്നാണ്.
അതെ, നമ്മളെല്ലാവരും താൽക്കാലികമായ ഒരു യാത്രയിലാണ്. നിതാന്തമായ നിരന്തരമായ ഇടവേളകളില്ലാത്ത ഒരു ജീവിതം നമ്മളെ കാത്തിരിപ്പുണ്ട്. മരണത്തോടു കൂടിയാണ് നമ്മൾ ആ ജീവിതത്തിന്റെ പടിവാതിൽ കടന്ന് അകത്തേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അപകടങ്ങളിൽ മരണപ്പെടാതെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് മരണത്തിൽ നിന്നുള്ള രക്ഷപ്പെടലല്ല, ജീവിതമെന്ന നുണയിൽ നിർത്തിക്കൊണ്ട് മരണമെന്ന സത്യത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. എപ്പോഴും പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ജീവിതത്തെ നേരിടുക, ജീവിതത്തിലെ പ്രതിസന്ധികളെ നോക്കിക്കാണുക എന്നുള്ള തിരിച്ചറിവ് പകർന്നു കൊടുക്കുകയാണ്. നിരീശ്വരവാദിയായ ചലച്ചിത്രതാരം അനാർക്കലി മരക്കാർ പറഞ്ഞൊരു കാര്യം ഞാൻ ഈ സമയത്ത് ഓർത്തു പോവുകയാണ്. ഞാൻ ഇടയ്ക്കൊക്കെ ആലോചിക്കാറുണ്ട്, ദൈവത്തിലുള്ള വിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസം ഇപ്പോഴും നിലനിർത്തിയിരുന്നുവെങ്കിൽ ജീവിതത്തിൽ വലിയ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതീക്ഷയോടെ മുമ്പോട്ട് പോകാൻ ആ വിശ്വാസം എനിക്ക് സഹായകരമായേനെ. കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുമ്പിൽ എപ്പോഴും ഒരു ഹോപ്പുണ്ട്, പ്രതീക്ഷകളുണ്ട്. അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും അവർക്ക് സമർപ്പിക്കാൻ ഒരു ശക്തിയുണ്ട്, മുമ്പോട്ട് നയിക്കാൻ ഒരു പ്രതീക്ഷയുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുന്നിൽ ഒന്നുമില്ല. നാളെ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിൽ എന്ത് സംഭവിക്കും എന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. സംഭവിക്കുന്നത് സംഭവിക്കട്ടെ, അപ്പോൾ അവിടെ വെച്ച് നോക്കാം എന്നൊരു കാഴ്ചപ്പാടാണ്, അങ്ങനെയുള്ള ഒരു ചിന്താഗതിയാണ്. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും പ്രതീക്ഷകളാണ്. അവരുടെ ഏത് പ്രതിസന്ധികളും അവർ ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിലൊക്കെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, ആ വിശ്വാസം നിലനിർത്തിയിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചു പോകാറുണ്ട്, ഓർക്കാറുണ്ട്. ഇത് തന്നെയാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏതൊരു ഘട്ടത്തിലും അകപ്പെട്ടു പോയേക്കാവുന്ന അപകടങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അവൻ നേരിടുന്ന വെല്ലുവിളികൾ, ഇതൊക്കെ ഇറക്കി വെക്കാനും അവന്റെ എല്ലാ പ്രശ്നങ്ങളും ഒരാളിലേക്ക് ഭരമേൽപ്പിക്കാനും അതിലൂടെ ജീവിതത്തിലേക്ക് പുതിയ വാതിലുകൾ തുറക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷയും എല്ലാം സമർപ്പിച്ച് പുതിയ പുലരികൾക്കായി കാത്തിരിക്കാനുള്ള പ്രചോദനം, അതുതന്നെയാണ് ഓരോ വിശ്വാസിക്കും ദൈവവിശ്വാസം കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനവും നേട്ടവും. അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആ മനുഷ്യന്റെ ഈമാൻ, മുസ്ലിമായ ആ മനുഷ്യന്റെ അചഞ്ചലമായ വിശ്വാസം, ഇത് ലോകത്താകമാനമുള്ള മുസ്ലിങ്ങൾക്ക് ഒരു മാതൃകയാണ്. ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും, നമ്മുടെ ഇന്ത്യയിലടക്കം വിശ്വാസികൾ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. അവരുടെ വിശ്വാസത്തിലൂന്നിയ ഒരു ജീവിതം നയിക്കാൻ പലതരത്തിലുള്ള പ്രയാസങ്ങളും അവർ സഹിക്കേണ്ടി വരികയാണ്. പലതരത്തിലുള്ള വെല്ലുവിളികൾക്കിടയിലൂടെ മുസ്ലിങ്ങൾ കടന്നു പോവുകയാണ്. ആ സമയത്തൊക്കെ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ, നമ്മുടെ ജീവിതത്തിന്റെ ഏത് ദുർഘടമായ ഘട്ടങ്ങളിലും ദൈവത്തിലേക്ക് മടങ്ങാൻ, ദൈവത്തിലേക്ക് നമ്മളുടെ വിശ്വാസം അർപ്പിക്കാൻ ഏത് രീതിയിൽ നമ്മൾ തയ്യാറെടുക്കണം എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഈ ദൃശ്യങ്ങൾ നമുക്ക് മുമ്പിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. കെട്ടുപോകാത്ത ഈമാന്റെ വെളിച്ചവും കെട്ടുറപ്പുള്ള വിശ്വാസത്തിന്റെ ഉറപ്പും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന വിശ്വാസിക്ക് ഏത് പ്രശ്നങ്ങളെയും, ഏത് പ്രതിസന്ധികളെയും, ഏത് വെല്ലുവിളികളെയും നേരിടാൻ സാധിക്കും എന്ന് തെളിയിക്കുന്ന, കാണിച്ചു തരുന്ന ദൃശ്യങ്ങളാണ് ആ മനുഷ്യനിലൂടെ വിശ്വാസികളായ നമ്മളിലേക്ക് എത്തിച്ചേർന്നത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.